യെസ്, എന്തായാലും കോടതിയിൽ നടക്കുന്ന സുപ്രധാനമായ നീക്കമാണ്. ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവാണ് കോടതി പറയുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കൂടി കോടതി ഈ ശബരിമല വിഷയത്തിൽ വിധി പറയുമ്പോൾ, നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ തുടർചലനങ്ങളും ചെറുതല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്കിതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല, അന്നത്തെ ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത് എന്നതാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിശദീകരണം. മന്ത്രിമാരടക്കം അന്നത്തെ ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റും ഒക്കെ വാദിക്കുന്ന വാദം അതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കണ്ടെത്തൽ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. അവിടെയാണ് ദേവസ്വം കമ്മീഷണർ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാം പ്രതിയായി എൻ വാസുവിനെ ഉൾപ്പെടുത്തിയത് കൂടി അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അങ്ങനെ ഈ നീക്കം സുപ്രധാനമാണ്. അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ, എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ നീക്കത്തിൽ കോടതി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം ശരിയായ നിലയിൽ എന്ന വിലയിരുത്തൽ തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എന്ത് എന്നതുകൂടി പ്രസക്തമായ കാര്യമാണ്. ആജ്ഞ, ഒരു കാര്യം കൂടി, നമ്മുടെ മുന്നിൽ ഇതുവരെ ചിത്രത്തിലുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രധാനപ്പെട്ട വ്യക്തി, ഇയാൾ ബന്ധപ്പെട്ട മറ്റ് ആളുകൾ, ഇതിനപ്പുറം ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ചില പിഴവുകൾ, ഇതിനും അപ്പുറമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണ സംഘത്തിന് എത്ര കണ്ട് കയർന്നു വരാൻ കഴിയും എന്നതാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു അന്വേഷണമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. ആ ഏജൻസിക്ക് മേൽ പക്ഷേ കോടതി നിരീക്ഷണമുണ്ട്, കോടതി നിയന്ത്രണമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടുകൂടി ഒരു പക്ഷേ രാഷ്ട്രീയ നേതൃത്വങ്ങളെയൊക്കെ പരാമർശിച്ചിൽ ഈ റിപ്പോർട്ടിൽ കടന്നു വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് നമുക്ക് കരുതാം. കാരണം കോടതി അതീവ ജാഗ്രതയോടെയാണല്ലോ ഈ ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും സജിത്ത്, കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പക്ഷേ ഇത്ര അധികം ക്ലാരിറ്റി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു ഓട്ടോണമസ് ബോഡിയുടെ അധിപൻ എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. പ്രത്യേകിച്ചും ദൈവം മൈനറായിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം ബോഡികളുടെ എല്ലാം ഉത്തരവാദിത്വം ഹൈക്കോടതിക്കാണ്. ആ ഉത്തരവാദിത്വം നേരിട്ട് കോടതി നടപ്പിലാക്കുകയാണ് എന്ന് വേണം ഇതിലൂടെ കാണാൻ. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി നേരിട്ട് തന്നെ ഈ SITയെ നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പല സാഹചര്യങ്ങളിലും, അതായത് കേരളത്തിന് പുറത്തുള്ള ഇടപെടലുകളൊക്കെ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെയുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള അന്വേഷണം സംസ്ഥാനത്തെ തന്നെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ ഏത് തരത്തിൽ പോകും, അതല്ലെങ്കിൽ അതിനുള്ള അവരുടെ ലിമിറ്റേഷൻ അതൊക്കെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് പല സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും കോടതി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നുള്ള വിലയിരുത്തലുണ്ടെങ്കിൽ ഒരു പക്ഷേ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ ഇടപെടലുകളിലേക്ക് കൂടി കടന്നു ചെല്ലാനും അതിലെ വ്യക്തത വരുത്താനും അന്വേഷണ സംഘത്തിന് കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇടപെടലുകൾ ഉണ്ടായേക്കുമോ എന്നുള്ള ആശങ്ക പലയിടത്തു നിന്നും പലപ്പോഴായി ഉണ്ടാകുന്നുണ്ട്. അതിൽ കൂടി ഒരു പക്ഷേ കോടതി വ്യക്തത വരുത്തുമായിരിക്കാം എന്നാണ്. അതായത് ഇപ്പോൾ മൂന്നാം പ്രതിയായേക്കും എൻ വാസു എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു, മൂന്നാം പ്രതിയാണ് എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. മുരാരി ബാബു, അതായത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ തുടങ്ങിയ ആളുകളൊക്കെ മഹസർ എഴുതി ചേർക്കുമ്പോൾ ഇല്ലാതിരുന്നവരുടെ പേരുകൾ കൂടി എഴുതി ചേർത്തു എന്നുവരെ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള പേരുകൾ, മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ഇതിലൊരാൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇര മാത്രമാണ്, എനിക്ക് മുകളിൽ ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഒരു പക്ഷേ SITയോടും ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടാക്കാം. ബെലാരിയിലെ ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിയിൽ എത്തി നിൽക്കുന്ന, അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയിട്ടുള്ള 409 ഗ്രാം സ്വർണത്തിൻ്റെ കണക്കുകൾ മാത്രമേ ഇനി പുറത്തു വന്നിട്ടുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 42 കിലോ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി തിരിച്ചെത്തിച്ചപ്പോൾ 4 കിലോ കുറഞ്ഞ 38 കിലോഗ്രാമിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ കണക്കെടുപ്പിൽ തുടങ്ങിയതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം. അതിൽ വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൽ നിന്നും 15 ലക്ഷം രൂപ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നും സ്വർണം വിറ്റതുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. 2019 ഇതുണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ 70 ലക്ഷത്തോളം രൂപ പലതവണയും ഇയാളുടെ കയ്യിൽ നിന്നും, ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ മറ്റ് ഇടപെടലുകൾ എന്തൊക്കെയാണ്, മറ്റ് സാമ്പത്തിക ഇടപെടലുകൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായത്, സ്വർണ്ണം പൂശിയ പാളി ചെമ്പുപാളിയായത് എങ്ങനെ എന്നുള്ള അന്വേഷണത്തിൽ ഒടുവിലെത്തി നിൽക്കുന്നത് എൻ വാസുവിൻ്റെ പേരാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഇടപെടലുകൾ, അതായത് എൻ വാസുവിനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ
ഗൈഡ് ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ എൻ വാസു അങ്ങനെ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളും ഈ തുടർ ചോദ്യം ചെയ്യലുകളിൽ വ്യക്തമാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി വായിച്ച ശേഷമാണ് ഈ ഇടക്കാല ഉത്തരവിലേക്ക് കടന്നിട്ടുള്ളത്. നന്ദൻ എന്ന് പറയുന്ന ഒരാളെ ആണ് ഈ കോടതിയിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ചത്. ഈ നന്ദൻ എന്ന് പറയുന്ന ആളാണ് ഇത് സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത്. നട തുറന്നിരുന്ന സാഹചര്യത്തിലാണ് എന്നും SIT കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തുടരന്വേഷണത്തിന് അതായത് ഇനിയും സമയമുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ADGP H വെങ്കടേഷും അതുപോലെ SP S ശശിധരനും കോടതിയിൽ ഹാജരായിരിക്കുന്ന സാഹചര്യമുള്ളത്. നിലവിൽ ഈ ആളുകളുടെയൊക്കെ അതായത് നിലവിൽ പുറത്തു വന്നിട്ടുള്ള പേരുകൾക്കപ്പുറത്തേക്ക് വലിയ ഒരു ആൾക്കൂട്ടം തന്നെ ഇതിന് പിന്നിലുണ്ടോ, അതല്ലെങ്കിൽ ഇത് ആരിലേക്ക് ചെന്നെത്തും, ഏത് ഉന്നതരിലൊക്കെ ചെന്നെത്തും എന്നുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാക്കാനുണ്ട്, ഇനിയും വ്യക്തത വരാനുണ്ടായി. എന്തായാലും അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നുള്ള വിലയിരുത്തലാണ് കോടതിയിൽ, അതായത് ജസ്റ്റിസ് രാജ വിജയരാഘവൻ്റെയും അതുപോലെ KV ജയകുമാറിൻ്റെയും ബെഞ്ചിൻ്റെ നിരീക്ഷണം അങ്ങനെയാണ്, ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണം അങ്ങനെയാണ്. മാത്രമല്ല ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഈ 2 തവണ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചപ്പോഴും കഴിഞ്ഞ തവണ ദേവസ്വം പ്രസിഡന്റിനെയും അതുപോലെ ഇത്തവണ ദേവസ്വം ബോർഡിനെയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഇത്തവണ മിനിറ്റ്സ് പ്രോപ്പറായിരുന്നില്ല, പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യവും കോടതി എടുത്തു കാണിക്കുന്നുണ്ട്. ഈ കാര്യം നേരത്തെയും സൂചിപ്പിച്ചിരുന്നതാണ്. എന്നിരുന്നാലും ഈ ദേവസ്വം ബോർഡ് പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാൻ മിനിറ്റ്സ് കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ള കാര്യം കോടതി വീണ്ടും ചൂണ്ടിക്കാട്ടുകയാണ്. എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തണമെന്ന കൃത്യമായ നിരീക്ഷണം കോടതിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധന ആവശ്യമുണ്ട്, അത് നടത്താം എന്ന അനുമതി കൂടി അന്വേഷണ സംഘത്തിന് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ശാസ്ത്രീയ പരിശോധന എന്ത് എന്ന കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു പക്ഷേ കോടതിയുടെ നീക്കത്തിൽ പ്രധാനപ്പെട്ടതാണ്. എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമായി തന്നെ കണ്ടെത്തണമെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളിൽ ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടാവാം. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അന്വേഷണ സംഘത്തിന് കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. ഇങ്ങനെ സുപ്രധാനമായ ചില നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും കോടതി പൂർണ്ണമായും നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അസാധാരണമായ നിയമ നടപടികൾ, കോടതി പ്രൊസീഡിങ്സ് ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടക്കുന്നത്. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം എത്ര, അതിന് ഉത്തരവാദികൾ ആരൊക്കെ, ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്കപ്പുറം ഗൂഢാലോചനകൾക്കപ്പുറം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്ക് എന്ത് എന്ന നിർണായകമായ കണ്ടെത്തലുകൾ ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ നീക്കം. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണെങ്കിലും കോടതിയാണ് ഈ ഏജൻസിയെ ഇപ്പോൾ നിരീക്ഷിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും കോടതി നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ അന്വേഷണം നടക്കുന്നത്. ഈ ഇടക്കാല ഉത്തരവ് അത് ഒരു പബ്ലിക് രേഖയാവുന്ന രീതിയിൽ പുറത്തു വരുമെന്ന് കരുതുമോ? അങ്ങനെ ഒരു സാധ്യത നമ്മൾ പ്രതീക്ഷിക്കണോ?